നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മളെ ലൈഫ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ലൈഫ് എപ്പോഴും പോസിറ്റീവ് ആണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ള ആൻസർ എന്താ? അല്ല അല്ലേ. നമ്മളുടെ ലൈഫിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വരും. നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ വരും. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. പക്ഷേ ചില വ്യക്തികൾ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അവരുടെ ചിന്തകളിലും അവരുടെ പ്രവൃത്തികളിലൊക്കെ അവർ എപ്പോഴും നെഗറ്റീവ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് അവർ കൂടുതലായിട്ട് പോയി തുടങ്ങും അല്ലെ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോവാല്ലേ, നമുക്കൊരു ഹാപ്പിനെസ് ഇല്ലാത്തൊരു ലൈഫായി വരിക. അതുകൊണ്ടും നെഗറ്റീവിനേക്കാൾ ഏറെ പോസിറ്റീവ് നിൽക്കുന്ന ലൈഫാണ് ശരിക്കും സക്സസ് ആവുകയുള്ളൂ, അവരിലെ സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നെഗറ്റീവിനെ എങ്ങനെ നിയന്ത്രിക്കാം, അതിനെങ്ങനെ മാറ്റി നിർത്താം എന്നുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ട് പറയാനുള്ള റീഫ്രെയിം യുവർ തോട്ട്സ് എന്ന് പറഞ്ഞത്, നമ്മൾ തോട്ട്സ് അല്ലേ, നമ്മുടെ ചിന്തകളാണ് എപ്പോഴും നമ്മളെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു കാര്യത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ നടക്കോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കുന്നതാണ് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്. അതിനെ നല്ല രീതിയിൽ ചിന്തിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ നമ്മൾ എല്ലാവരും ആദ്യം ചെയ്യുന്നത് എന്താ, അതിനെ നമ്മൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അത് നടക്കുന്ന കാര്യമാണോ, നമ്മളെ കൊണ്ടൊക്കെ പറ്റൂ, ഈ ഒരു രീതിയിലുള്ള നെഗറ്റീവ് ഉള്ള കാര്യങ്ങളാണ് കടന്നു പോകുക. അപ്പൊ നമ്മളിലേക്ക് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നത്. അപ്പൊ നമ്മൾ തോട്ട്സ് മാറ്റുക. നമ്മൾ ഈ നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ തോട്ട്സുകളെ എപ്പോഴും മാറ്റി ചിന്തിക്കുക. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണല്ലോ, ചിലപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണല്ലോ എനിക്കൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കും ഇതും കറക്റ്റ് ആവില്ല എന്നുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ എക്സ്പീരിയൻസുകൾ ഒരു പാഠമാക്കി എടുക്കുക, അല്ലാതെ നമ്മുടെ ലൈഫിൽ അത് പിന്നെയും കടന്നു വരുന്നുള്ള ചിന്തയല്ലാതെ ഒരു പാഠമാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ നമ്മൾ തോട്ട്സ് എപ്പോഴും നമ്മളെ ലൈഫിൽ നമുക്കെല്ലാം സാധിക്കും, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്തൊരു സർക്കംസ്റ്റാൻസസിൽ എത്തിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് ചിന്ത വരാൻ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നേ വേണം. നിങ്ങളെ തോട്ടിനെ മാറ്റി ചിന്തിക്കാൻ, റീഫ്രെയിം ചെയ്യാൻ നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. നമ്മളെ എക്സ്പീരിയൻസിൽ പലതും ചിലപ്പോൾ നമ്മൾ ഒരുപാട് താഴ്ത്തിയതായിരിക്കും, നമ്മൾ വീഴ്ത്തിയതായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും, നല്ലത് വരും. നമ്മൾ ലൈഫിൽ എന്തൊക്കെയാണോ നല്ലത് നടന്നിട്ടുള്ളത് അതിനെ കുറച്ചും കൂടി കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. നമ്മളുടെ പോരായ്മകളെ കൂടുതൽ ചിന്തിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നടന്ന നേട്ടങ്ങളെ കുറച്ച് നന്നായിട്ട് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നാളെ എന്ത് കാര്യങ്ങൾ വരുമ്പോഴും നല്ലൊരു തോട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇനി ഇത് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് യൂസ് പോസിറ്റീവ് സെൽഫ് ടോക്ക് കേട്ടോ. നമ്മളെ ലൈഫിൽ നമ്മളോട് തന്നെയാണ് എപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടാവും അല്ലെ. നമ്മളൊരു മല കയറുന്നതിന് മുമ്പേ നമ്മൾ പറയും എന്നെ കൂടി നടക്കാൻ പറ്റും, നമ്മളോട് തന്നെ പറയുമല്ലേ ചിന്തകള്, നമ്മളോട് തന്നെ ചില സമയം പറയില്ലേ ഇതൊന്നും ഇതിനെ കൊണ്ട് പറ്റൂല കേട്ടാ, നീ ഇതൊന്നും എടുത്ത് പൊക്കണ്ടേ ഉള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ അടുത്ത് എല്ലാം കഴിയില്ല, ഒന്നും നടക്കില്ല ഇങ്ങനെ പറയാതെ നമുക്ക് ശ്രമിക്കാം, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക, നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പായാലും. അതേപോലെ ചില ആൾക്കാർ നമ്മൾ ഒരുങ്ങി ഇറങ്ങുമ്പോഴൊക്കെ നമ്മളെ ഫേസ് നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അയ്യോ അങ്ങനെ കൊള്ളില്ലല്ലേ, ഹെയർ കൊള്ളില്ലല്ലേ, ഇങ്ങനെ ചിന്തിക്കാതെ നമ്മൾ എന്താണോ നമുക്ക് കാണുന്നത് നമുക്ക് എപ്പോഴും ഒരു പ്രൗഡ് ഫീൽ ചെയ്യണം. നമ്മൾ നമ്മളെ തന്നെ നോക്കിയിട്ട് എപ്പോഴും നമുക്ക് പറയാൻ തോന്നേണ്ടത് യു ആർ ഗുഡ്, അല്ലെങ്കിൽ യു ലുക്ക് സോ ഗുഡ്, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റണം. അതുപോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മളോട് തന്നെ പറയേണ്ടത് എന്നെ കൊണ്ട് ഇത് കഴിയും, ഞാനിത് ചെയ്യും, ഇനി അതിൽ ശ്രമിക്കും, എനിക്കിത് ശ്രമിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു രീതിയിലുള്ള ഒരു ടോക്ക് നമ്മളോട് തന്നെ ചെയ്യുന്നതും നമ്മളിൽ നിന്ന് നെഗറ്റീവ് എനർജി പോകാൻ വേണ്ടി സഹായിക്കും കേട്ടോ. നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാനേ പാടില്ല എന്നെ കൂടെ കഴിയില്ല, അല്ലെങ്കിൽ ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല എന്നല്ല. അത് നമുക്ക് റിസൾട്ട് എന്തെങ്കിലും ആവട്ടെ, പക്ഷെ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, അല്ലെങ്കിൽ നമ്മളതിനെ ഇറങ്ങി തിരിക്കുന്നതിനേക്കാൾ മുമ്പേ നമുക്ക് തന്നെ ഒരു പ്രോത്സാഹനം തരുന്ന ഒരു ടോക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഡിറ്റാച്ച് ഫ്രം ടോക്സിക് പീപ്പിൾ കേട്ടോ. നമ്മളെ ലൈഫിൽ നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവണം അല്ലെ. അത് പൊതുവെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഓറ എന്നൊക്കെ, പോസിറ്റീവ് ഓറ, അങ്ങനെ ഓറ എന്ന് പറയുന്നില്ലേ. അത് നമുക്ക് ചുറ്റും നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നമുക്ക് ചുറ്റും എപ്പോഴും ഒരു എനർജി പോസിറ്റീവ് ആയിട്ടുള്ളത് അത് ഉണ്ടാവണമെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാര്, നമ്മളൊരു സർക്കിൾ വെച്ച് നമ്മൾ അതിൽ നിൽക്കുമ്പോൾ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരും ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നവരും ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ചുറ്റും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓറ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും നമ്മളൊരു ഫ്രണ്ട് നമ്മളെ കൊണ്ട് ഇത് കഴിയോ, അയ്യോ ഇതൊന്നും നടക്കൂലടാ നിന്നെ കൊണ്ട് എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അവന്റെ കാര്യങ്ങളിലേക്ക് എപ്പോഴും അവന് ഡൗട്ടും സംശയവുമാണ്, അവനെ കൊണ്ട് പറ്റില്ല,
അങ്ങനെ ഒരാളാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ തോന്നുള്ളൂ. നമുക്ക് തിരിച്ചൊരു ചിന്ത ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചുറ്റുമുള്ളവർ നമ്മളോട് പറയുന്നുണ്ടാവുക, നമ്മൾ കാണുന്നുണ്ടാവുക, നമ്മൾ കേൾക്കുന്നുണ്ടാവുക. ഇതൊരിക്കലും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനോ സാധിക്കില്ല, ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും ഒരു സ്പേസ് ഇടാൻ വേണ്ടി ശ്രമിക്കാനും നമുക്ക് ചുറ്റും നല്ല രീതിയിൽ ചിന്തിക്കുകയും നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരെയും നമ്മൾ കൊണ്ടുവരാനും കൂടെ ശ്രമിക്കുക കേട്ടോ. പലപ്പോഴും നമുക്ക് ബലം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചാൽ ചിലപ്പോൾ പറ്റില്ല. ഒരു വാക്ക് ഉണ്ടെങ്കിൽ വാക്ക് എന്ന് പറയുന്ന സംഭവത്തിന് വലിയ വാല്യൂ ഉണ്ട്. ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്കൊരു ബാഡ് ആയിട്ടുള്ള വാക്കാണെങ്കിൽ നമ്മൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ നിന്നെ കൊണ്ട് പറ്റുവടാ എന്ന് നമ്മൾ നോക്കി പറയുമ്പം കിട്ടുന്ന ആ ഒരു എനർജി അതും വേറെ തന്നെയാണ്. അങ്ങനെ പറയുന്ന കുറച്ചു പേരെയും കൂടെ നിങ്ങൾക്ക് ചുറ്റും ഇരുത്താനും നിങ്ങൾ ശ്രമിക്കാം കേട്ടോ. പറയാനുള്ളത് ഫോക്കസ് ഓൺ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. നമുക്ക് ഇന്നൊരു ജീവിതം, ഇന്ന് ഈ നിമിഷം ഇരിക്കുമ്പം എനിക്ക് ശ്വാസമുണ്ട്, ഇതെനിക്ക് ഇന്നത്തെ ദിവസം, ഇന്നത്തെ പ്രസന്റ് എന്ന് പറയുന്നത് എനിക്ക് എത്രയും വിലപ്പെട്ടതാണ്. ഇന്നലകൾ എന്താണോ നമ്മൾ ചിന്തിക്കേണ്ട, നാളെ എന്താകും നമ്മൾ ചിന്തിക്കേണ്ട. ഇന്ന് ഞാൻ ഉണ്ടോ, ഇന്ന് എനിക്ക് കിട്ടിയ ഭക്ഷണത്തിലായിക്കോട്ടെ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നതായിക്കോട്ടെ, എനിക്ക് കിട്ടിയ ഭക്ഷണം, ഡ്രസ്സ് എന്തായിക്കോട്ടെ, നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ആയി ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് നമ്മളിലേക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കൊണ്ടുവരും. നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീനെ ഇല്ലാതാക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഇപ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വേർഡില് നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഓരോന്ന് പറഞ്ഞു വരുന്നത്. പണ്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് പ്രയർ എന്ന് പറയുന്നത്. നമ്മൾ ഏത് ജാതി ആയിക്കോട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയുന്നത് എന്താ, എനിക്ക് ഇന്ന് തന്നതിന് നന്ദി ദൈവമേ, അല്ലെങ്കിൽ എനിക്കൊരു ഇങ്ങനെ ഒരു ജീവിതം തന്നതിന് നന്ദി, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നൽകി അനുഗ്രഹിച്ചതിന് നന്ദി, അല്ലെ നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത് തന്നെയാണ് ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. നമ്മൾ കുട്ടി മുതലേ നമ്മുടെ പാരന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു വളർത്തിയാണ്. പക്ഷെ ഇന്നത്തെ തലമുറയിൽ അത് എനിക്ക് തോന്നുന്നു കുറേ കുറവാണ്. ഒരു ഭക്ഷണം കിട്ടിയാൽ പെട്ടെന്ന് എടുത്ത് കഴിക്കുക, അതിനൊരു നന്ദി പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുക, ഇപ്പൊ വളരെയധികം എനിക്ക് തോന്നുന്നു വളരെ കുറവാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യവും നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മൾ അത് എങ്ങനെ വന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ ബ്രെയിനിൽ വരും. അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം നമുക്ക് കിട്ടിയത് നമുക്കൊരു ഹാപ്പിനെസ് ആണെന്നും, ഈ ഡ്രസ്സ്, ഒരു നല്ല ഡ്രസ്സ് ഞാൻ ഇട്ടാൽ അത് എനിക്കൊരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. അപ്പം അതൊക്കെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മളെ രാവിലെ തുടങ്ങിയ തൊട്ട് നൈറ്റ് വരെ നമ്മളെ ലൈഫിൽ നമ്മൾ എന്ത് ലഭിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇരുന്ന് എഴുതാട്ടോ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതും നിങ്ങൾ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. പ്രാക്ടീസ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മളെ മനസ്സിനെ നമുക്ക് എത്രത്തോളം കേന്ദ്രീകരിക്കാൻ പറ്റും, ആ ഒരു രീതിയിൽ നമ്മളെ മനസ്സിനെ നമുക്ക് കൂളാക്കാൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. മെഡിറ്റേഷൻ എന്ന് പറയുന്ന വേർഡ് ഇന്ന് വളരെ ആൾക്കാര് അധികവും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മളെ ലൈഫ് ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, നമ്മളെ ലൈഫ് അത്രയും പീക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ലൈഫിലേക്ക് കിട്ടുന്നത് അത്രയും വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. ഇപ്പൊ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്ന ഒരാളാണ്, വർക്ക് പ്രഷറാണ്, ഇതെല്ലാം നിങ്ങൾക്ക് ഉള്ളിൽ ഭയങ്കര സ്ട്രെസ് തരുന്ന ഒരു കാര്യം, അതൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു വൈബാണ്. ഇത് നിങ്ങൾക്ക് മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ ഞാനും വലിയ അറിയുന്ന ഒരാളൊന്നും അല്ല. ഞാനിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തരുമ്പം എനിക്കറിയാം. അറ്റ്ലീസ്റ്റ് ഞാൻ പറയാം, ഈ ശ്വാസം നമ്മൾ എടുക്കുകയും വിടുകയും ചെയ്യുന്നില്ലേ, ഇത് തന്നെയാണ്. അത് നമ്മളൊരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ തന്നെ, അല്ലെങ്കിൽ കുറച്ച് സമയം ഇരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഏകദേശം ഒരു കാംഫുൾ ആകും. അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ നമ്മുടെ ശ്വാസം എടുക്കുന്നതും വിടുന്നതും എങ്ങനെ അതിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ഒരു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബോഡിയിൽ വരും കേട്ടോ. നമ്മൾ ആ ഒരു ശ്വാസം എടുക്കുക വെച്ചാൽ നമ്മളെ ഫേസ് ഒക്കെ നമുക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ, ചുണ്ടൊക്കെ നമുക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. ആ ഒരു സമയത്ത് ഒരു ഭയങ്കര കാംനെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് നമ്മളെ ശരീരത്തിലേക്ക് വരുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള ലാസ്റ്റ് പോയിന്റ് എന്ന് പറയാൻ, മൂവ് യുവർ ബോഡി ഡെയിലി. നമ്മളെ ബോഡി ഡെയിലി മൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും ഒരു ഭാഗത്ത് ചടഞ്ഞിരുന്ന് നമ്മളൊന്നും ആക്റ്റീവ് അല്ലാതിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ബോഡിയിൽ ഒരു വല്ലാത്തൊരു ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ടാവും. അതൊരു നെഗറ്റീവ് എനർജിയാണ്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ, വർക്ക്ഔട്ട് ചെയ്തിട്ടിരുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ആ ഒരു സമയത്തുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ദിവസം
രാവിലെ എഴുന്നേറ്റ് നടന്നു പോയിക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു എനർജി ഫീൽ ചെയ്യില്ല, നമ്മൾ ഭയങ്കര ലോ ആയിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം നമുക്ക് കുറച്ചൊരു ഉന്മേഷം വന്നിട്ടുണ്ടാവും. നമ്മൾ ബോഡി എപ്പോഴും മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടി എനർജി ഉണ്ടാവും. അതൊരു നല്ല പോസിറ്റീവ് എനർജിയും കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ രാവിലെ എഴുന്നേറ്റ് ചിലപ്പം ജിമ്മിലൊക്കെ പോകുന്നുണ്ടാവും, എല്ലാ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നീട് ഓഫീസിൽ അങ്ങനെ ചടഞ്ഞിരിക്കലായിരിക്കും. അതിന്റെ സ്ട്രെസ്സും കൊണ്ട് വീട്ടിൽ വന്നിട്ടും ഭയങ്കര ടയർഡായിരിക്കും, ഉറക്കായിരിക്കും. അങ്ങനെയല്ലാതെ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു ദിവസത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ബോഡിക്ക് തരുന്ന ഒരു നല്ലൊരു എനർജിയാണ്. ഇനി ഇൻ കേസ് എക്സസൈസ് ഒന്നും ചെയ്യാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഡെയിലി ഒരു ഹാഫ് ആൻ അവർ എങ്കിലും എക്സസൈസ് ചെയ്യാനും ബോഡീനെ ഉന്മേഷത്തോടുകൂടി ഇരുത്താനും ശ്രമിക്കുക കേട്ടോ. ആ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യാം, പക്ഷെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അത് ഭയങ്കര ഉന്മേഷമുള്ള ഒരു എനർജി ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഡെയിലി അത് ചെയ്തിട്ടാണെങ്കിലും പിന്നെ അങ്ങോട്ട് ഒരു വർക്കും ചെയ്യാതെ ഒരേ ഇരുത്തിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും എഴുന്നേറ്റ് നടക്കാനും നമ്മുടെ ബോഡി ഒന്ന് മൂവ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി വരും കേട്ടോ. അത് നമ്മൾ ടയർഡായി ഇരിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉന്മേഷം വരാനും വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനും ഒരു സന്തോഷം കൊണ്ടുവരാനും വേണ്ടി സഹായിക്കും കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജിയെ മാറ്റിയിട്ട് ഒരു പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും ഒരു ചടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഞാൻ പോകുന്ന പോക്ക് അത്ര ശരിയില്ല എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.